വെൽക്കം. ഇന്ന് 2025 ജൂൺ 1. നാളെ ഒരു പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഒരു അക്കാഡമിക് ഇയർ, പുതിയ അക്കാഡമിക് ഇയർ നാളെ ആരംഭിക്കുകയാണ്. കുട്ടികളെല്ലാം തയ്യാറായി കഴിഞ്ഞു. പുതിയ ഉടുപ്പും ബാഗുകളും പുതുവർഷത്തേക്കുള്ള എല്ലാ ഭൗതികമായ തയ്യാറെടുപ്പുകളും അവർ നടത്തി കഴിഞ്ഞു. പുതിയ കൂട്ടുകാരെ കാണാൻ വേണ്ടി കൗതുകത്തോടെ അവർ കാത്തിരിക്കുകയാണ്. സൗഹാർദ്ദങ്ങൾ പുതുക്കാനും സൗഹാർദ്ദങ്ങൾ പുതുതായി സ്ഥാപിക്കാനും ഒക്കെ അവർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു, കൗതുകത്തോട് കാത്തിരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വർഷം നമ്മുടെ സ്കൂളുകൾ അഡ്രസ് ചെയ്യേണ്ട ചില അടിയന്തര പ്രശ്നങ്ങളെ കുറിച്ചാണ്. ചില അടിയന്തര പ്രശ്നങ്ങളുണ്ട്, നാം അഡ്രസ് ചെയ്യേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്ന്, നമ്പർ 1, ഒരു പുതിയ ലഹരി നമ്മൾ കണ്ടുപിടിക്കും. നിലവിലുള്ള ലഹരികൾക്ക് ബദലായി ഒരു പുതിയ ലഹരി കണ്ടുപിടിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും ബദലാകുന്ന ഒരു ലഹരി. അത് മറ്റൊന്നുമല്ല, അത് അറിവിൻ്റെ ലഹരിയായിരിക്കണം. അറിവെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ബുക്കിഷ് നോളജ് ആണെന്ന് അല്ല. പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കേണ്ട ചില അറിവുകളുണ്ട്. ആ അറിവിൻ്റെ ഒരു വർഷമായിട്ട് മാറണം. അത് കുട്ടികൾക്ക് ലഹരിയായിട്ട് മാറണം. ആദ്യമായി പത്രങ്ങൾ വായിപ്പിക്കണം. കുട്ടികൾ പത്രങ്ങൾ വായിക്കുന്നത് ശീലമാക്കണം. അത് വീട്ടിൽ നിന്ന് വായിച്ചുകൊണ്ട് വരട്ടെ എന്ന് സ്കൂളുകൾ പറഞ്ഞിട്ട് രക്ഷപ്പെടണ്ട. സ്കൂളുകളിൽ അതിന് സംവിധാനം ഉണ്ടാകണം. കാരണം വീട്ടിൽ പലപ്പോഴും രക്ഷകർത്താക്കൾ വളരെ തിരക്കിലായിരിക്കും. അവർക്ക് അതിനൊന്നും രാവിലെ നേരം കിട്ടത്തില്ല. പക്ഷെ സ്കൂളിൽ ചെയ്യാൻ പറ്റും. പത്ര വായനയ്ക്ക് അല്പസമയം സ്കൂളിൽ ഓരോ കുട്ടിക്കും ലഭിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരു സ്കൂളിൽ ഒരേ പത്രത്തിൻ്റെ ഒരു 4-5 കോപ്പികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. സ്കൂളുകൾ സന്നദ്ധമാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പത്രങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കണം. എല്ലാ തിങ്കളാഴ്ചയും ആദ്യത്തെ പീരീഡ് കഴിഞ്ഞുപോയ ആഴ്ചയിലെ പത്രങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സജഷനാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പത്രങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആദ്യത്തെ വർക്കിംഗ് ഡേ ആയ മൺഡേ, ആദ്യത്തെ പീരീഡ് അതിന് സമർപ്പിക്കണം, മാറ്റിവെക്കണം. ഇതിലൊരു കമ്മിറ്റ്മെന്റ് വേണം. അത് ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ടീച്ചേഴ്സും അപ്ഡേറ്റഡ് ആകും. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പൊതുവിജ്ഞാനം കുട്ടികൾക്ക് മാത്രമല്ല ലഭിക്കുന്നത്, ടീച്ചേഴ്സും അപ്ഡേറ്റഡ് ആകും. അങ്ങനെ കുട്ടികളും ടീച്ചേഴ്സും ഒന്നിച്ച് പഠിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ പത്രവായന മാറണം. അതുമാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയും അവസാനത്തെ ഒരു അരമണിക്കൂർ, എല്ലാ വെള്ളിയാഴ്ച അവസാനത്തെ അരമണിക്കൂർ, അവസാനത്തെ പീരീഡിൻ്റെ അരമണിക്കൂർ കുട്ടികളോട് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് മാറ്റിവെക്കണം.
പൊതുവിജ്ഞാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം അല്ല. ക്വിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഉടനെ കൈപൊക്കി ഉത്തരം വരും, നരേന്ദ്രമോദി. മാർക്ക് 2 കൊടുത്തു, അല്ലെ 1 കൊടുത്തു, തീർന്നു. അങ്ങനെയല്ല പൊതുവിജ്ഞാനം പഠിപ്പിക്കേണ്ടത്. പൊതുവിജ്ഞാനം പഠിപ്പിക്കുന്നത് അതിനൊരു ഗൈഡൻസ് നമുക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ എങ്ങനെയാണ് വിജ്ഞാനം ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു ചോദ്യത്തിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ വരും. ഒരു ചോദ്യത്തിൽ നിന്ന് 3-4 ചോദ്യങ്ങളുണ്ടാകും. അപ്പൊ 2-3 സെന്റൻസ് കൊണ്ടല്ലേ 3-4 സെന്റൻസ് കൊണ്ട് 2-3 സെന്റൻസ് മതി. 2-3 സെന്റൻസ് കൊണ്ട് പൊതു ചോദ്യങ്ങൾക്ക് ഉത്തരമാകും. ഒറ്റ ചോദ്യത്തിൽ നിന്ന്. ഇതാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ രീതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു പരിശീലനം കൂടിയായിട്ട് ഇത് മാറും. ഒരു കോൺസെപ്റ്റ് അവർ മനസ്സിലാക്കും. ഒരു സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് പത്രത്തിൽ വന്ന അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു സ്പെസിഫിക് ആൻസർ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസറുകൾ കൂടി വരത്തക്ക രീതിയിൽ 3-4 ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന രീതിയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കണം. ഇതിന് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കണം. അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തെങ്കിലേ പറ്റൂ. അധ്യാപകരുടെ കാര്യശേഷി അവിടെയാണ് വർദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾ തന്നെ ഇത് ചെയ്തോളൂ. ആദ്യത്തെ ഒരു അവസ്ഥ പ്രശ്നമേ ഉള്ളൂ. പിന്നെ കുട്ടികൾ തന്നെ ചെയ്തോളും. 1-2 പേരെ ഏൽപ്പിച്ചാൽ അവർ ചെയ്തോളും. അപ്പം ഈ വർഷം അടിയന്തരമായി വിജ്ഞാനത്തിൻ്റെ ഒരു പുതിയ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ചുയർത്തണം. അവരുടെ വ്യക്തിത്വം അതിവേഗം വികസിക്കും. ഒരാഴ്ച നിങ്ങൾ 5 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. 5 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മാസം എത്ര കിട്ടുന്നു? 30 × 5 150 ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞു. ഒരു വർഷം ആകുമ്പോഴത്തേക്ക് 1500 ചോദ്യങ്ങളുടെ ഉത്തരം അവർ പഠിച്ചു കഴിഞ്ഞു. ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ രസകരമായി 1500 ചോദ്യങ്ങളുടെ ഉത്തരം അവർ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? +2 കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി ഏത് PSC പരീക്ഷ എഴുതിയാലും ജയിച്ചിരിക്കും, റാങ്കിൽ വരും. UPSC PSC പരീക്ഷയുടെ റാങ്കിൽ വരും. എന്നാൽ കൂടുതൽ അംബീഷനുള്ള കുട്ടികൾ അവിടെ നിൽക്കില്ല. അവർ സിവിൽ സർവീസ് പരീക്ഷ തന്നെ എഴുതും. അതിന് സിസ്റ്റമാറ്റിക് അപ്രോച്ച് മതി. ഒരു വാശിയും വേണം, ഒരു പിന്നെ അതിനുള്ള ഒരു ആവശ്യബോധം വരണം, ഒരു അംബീഷൻ വരണം, ആഗ്രഹം വരണം. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചു കാണും, ഒരു കുട്ടി 10ൽ തോറ്റുപോയി, 12ൽ തോറ്റു. അതേ കുട്ടി സിവിൽ സർവീസ് പരീക്ഷ എഴുതിയപ്പോൾ റാങ്ക് കിട്ടി. അപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലത്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹയർ അംബീഷൻ കൊടുക്കത്തക്ക രീതിയിൽ വിജ്ഞാനത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്നിടണം. അതൊരു ലഹരിയായിട്ട് മാറണം. ഇന്നത്തെ ലഹരിക്ക് പകരം വായനയുടെയും അറിവിൻ്റെയും ഒരു ലഹരി നമുക്കുണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ എൻ്റെ സജഷൻ, സ്കൂളിൽ ഈ മയക്ക് മരുന്ന് ലോബികളെ കുറിച്ച് ബോധവൽക്കരണം. ടീച്ചേഴ്സ് അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കണം. മയക്കുമരുന്ന് ലോബികളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കണം. മിഠായികളിലൂടെ തുടങ്ങിയാണ്, അങ്ങനെ പല സാധനങ്ങളിലൂടെ തുടങ്ങി നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഈ മാഫിയ എന്ന് വലയിലാക്കിയ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായി സ്കൂൾ അധികൃതർ ഈ ഏരിയയെ കാണണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് ഉള്ള ഭൗതിക സാഹചര്യത്തിൽ നിന്ന് അവരെ വിടിവിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പം പോകുന്നില്ല. ചെയ്യാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ ചെറിയ വീഡിയോയിൽ അത് പറയാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ, ഭിക്ഷാടന മാഫിയയെക്കുറിച്ച് ടീച്ചേഴ്സ് അറിയണം. ഇന്ന് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്.
ഭിക്ഷാടന മാഫിയ വളരെ സജീവമായി കഴിഞ്ഞു. 300ഓളം ആളുകൾ ബോംബെയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ അവർക്ക് നെറ്റ്വർക്കുണ്ട്. അതുകൊണ്ട് ഈ ക്യാമ്പസിനുള്ളിലുള്ള സുരക്ഷിതത്വം മാത്രമല്ല, ക്യാമ്പസിന് വെളിയിലുള്ള കണ്ണും കൂടെ വേണം. അതെങ്ങനെ വേണമെന്ന് സ്കൂളുകൾ തീരുമാനിക്കണം. 4ാമത് ഞാൻ പറഞ്ഞത്, പഠനത്തിൻ്റെ ഭാരം കുറയ്ക്കണം, സിലബസിൻ്റെ ഭാരം കുറയ്ക്കണം. സന്തോഷത്തോടു സ്കൂളിൽ കുട്ടികൾ വരണം. പഠന ഭാരം കുറയ്ക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് വേണം. ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ കുട്ടികളോട് ചോദിച്ച് അവർക്ക് പുതിയൊരു രീതിയിലേക്ക്, മെത്തഡോളജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതുകൊണ്ട് പഠനത്തിൻ്റെ ഭാരങ്ങൾ കുറയ്ക്കണം. ഭാരം കുറച്ചുകൊണ്ട്, ലഘൂകരിച്ചുകൊണ്ട് അവർക്ക് ഈ വർഷം പൂർത്തീകരിക്കാൻ കഴിയണം. മറ്റൊരു സജഷൻ, ദേശീയ ദിനങ്ങളെല്ലാം ആചരിക്കണം. ദേശീയ ദിനങ്ങൾ അത് സ്വാതന്ത്ര്യ സമരം മാത്രം നമ്മൾ ആചരിച്ചാൽ പോരാ. 1947 ഓഗസ്റ്റ് 15 മാത്രം പോരാ, എല്ലാ ദേശീയ ദിനങ്ങളും ആചരിക്കണം. ആ ദേശീയ ദിനങ്ങൾ മാത്രമല്ല, ലോക്കൽ ഈ പ്രാദേശികമായ ദിനങ്ങളും ആചരിക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, എത്ര കുട്ടികൾക്ക് അറിയാം സി കേശവൻ ആരാണെന്ന്? തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവനാണെന്ന് എത്ര കുട്ടികൾക്ക്? സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ 90ാം വാർഷികമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ലോക്കൽ കാര്യങ്ങൾ കൂടി എടുക്കണം. ദേശീയ ദിനങ്ങൾ ആചരിച്ചാൽ മാത്രം പോരാ, പ്രാദേശികമായി പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടി എടുത്തുകൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കാൻ കഴിയും. അതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. പരിസ്ഥിതി, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ സ്കൂളിൽ ദിനങ്ങൾ ആചരിക്കണം, ക്ലാസുകൾ നടത്തണം, ബോധവൽക്കരണം നടത്തണം. ഏറ്റവും പ്രധാനം, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനം, സ്കൂളിലെ ബന്ധങ്ങൾ ശരിയാകണം. നല്ല റിലേഷൻഷിപ്പ് സ്കൂളിലുണ്ടാകണം. അത് കുട്ടികൾ തമ്മിലുണ്ടാകണം. പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു ബന്ധം സ്ഥാപിക്കണം. അതിനാണ് എത്തിക്സ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചിരി വരും. ഇവരെ സദാചാരം പഠിപ്പിക്കുക. സദാചാരം എന്ന് പറഞ്ഞതിനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. സിവിൽ സർവീസിൽ പോലും എത്തിക്സ് ഒരു പേപ്പറാണ്. ഇന്ന് വേണ്ടത് അതാണ്. ഒരു എത്തിക്കൽ മൈൻഡ് നമുക്കുണ്ടാകണം. ഒരു ധാർമ്മിക ബോധം നമുക്കുണ്ടാകണം. മിടുക്കന്മാരെ മാത്രം സൃഷ്ടിച്ചാൽ പോരാ, നല്ല മനുഷ്യരെ കൂടെ സൃഷ്ടിക്കണം. വിദ്യാഭ്യാസം സ്മാർട്ടായ ആളുകളെ മാത്രം സൃഷ്ടിച്ചാൽ പോരാ, സ്മാർട്ടായ ആളുകൾ നമുക്ക് വേണം. അത് മാത്രം പോരാ, നല്ല മനുഷ്യരെ കൂടെ സൃഷ്ടിക്കത്തക്ക രീതിയിൽ എത്തിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കൂളിൽ അതിന് പ്രത്യേക പീരീഡുകൾ വേണം. അത് CBSEയും ICSE ഒക്കെ പിന്നെ നിർബന്ധം പിടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ വേണ്ട രീതി പ്രാധാന്യം കൊടുക്കുന്നില്ല. കേരള സിലബസിലും അതിന് പ്രാധാന്യമുണ്ട്. അതിന് ഒതുങ്ങുന്ന 1-2 എക്സ്ട്രാ ബുക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എത്തിക്സ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എക്സ്ട്രാ ബുക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ രീതിയിൽ ഈ വർഷം ഫലപ്രദമായൊരു വർഷമായിട്ട് മാറ്റുവാൻ കഴിയട്ടെ. എല്ലാ കുട്ടികൾക്കും വളരെ അർത്ഥപൂർണമായ ഒരു അക്കാഡമിക് ഇയർ ഞാൻ ആശംസിക്കുകയാണ്. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും രക്ഷകർത്താക്കൾക്കും ഈ വർഷം എല്ലാ നന്മയും ഞാൻ നേരുകയാണ്.